തത്ബീഖ് ചെയ്യുക. ഓരോ ആയത്തുകളും കേൾക്കുമ്പോൾ അതിൽ എനിക്കെന്ത് പഠിക്കാനുണ്ട്, ഞാൻ എന്ത് ചെയ്യണം, ഇത് പഠിക്കാനുള്ള ഭാഗങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു വഅദല്ലാഹു അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി. അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹു നമ്മളെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നിങ്ങളുടെ ജീവിതം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ റബ്ബ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്യുകയുമായാൽ ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പോകാം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് ഖുർആൻ ഓതിയുള്ള ഇബാദത്ത് ഇൻഷാ അല്ലാഹ് ഇഖ്റഉ സഹ്റാവൈനി, നിങ്ങൾ സഹ്റാവൈനി എപ്പോഴും ഓതണം. സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇംറാൻ എപ്പോഴും ഓതണം. അത് ഖിയാമത്ത് നാളിൽ തഅതിയാനിക അന്നഹുമാ ഗമാമതാനി, രണ്ട് വലിയ മേഘപടലങ്ങളായി മഹ്ശറയിൽ നിങ്ങൾക്ക് തണൽ വിരിക്കാൻ സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇംറാനും വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഖുർആൻ ധാരാളം ഓതാൻ തൗഫീക്ക് തരട്ടെ. മാസത്തിൽ ഒരു പ്രാവശ്യം ഖുർആൻ ഖത്തം തീർക്കുക കഴിയുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രമിക്കും. എത്ര വേണ്ടെന്നറിയോ? 24 മണിക്കൂറുള്ള ഒരു ദിവസമല്ലേ, അതിലൊരു അരമണിക്കൂർ നമ്മൾ ഇതിന് മാറ്റിവെച്ചാൽ ഒരു മാസം കൊണ്ടൊരു ഖത്തം തീർക്കാം. ഒരു ജുസ് ഓതാൻ അരമണിക്കൂർ, മാക്സിമം 35-40 മിനിറ്റ്, അത്രയല്ലേ വേണ്ടു. അതിനൊരു സമയം ഫോണൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഖുർആൻ ഓതാൻ വേണ്ടി എപ്പോഴെങ്കിലും ഒരു സമയം നിശ്ചയിച്ച് വെക്കാൻ, ഉറപ്പിച്ച് വെക്കാൻ. വലിയ കാവലായിരിക്കും ജീവിതത്തിൽ, വലിയ സന്തോഷം ഉണ്ടാവും ജീവിതത്തിൽ. മക്കളിലും ഭർത്താവിലും ഭാര്യയിലും കുടുംബത്തിലും മാതാപിതാക്കളിലും സുഹൃത്തുക്കളിലും ഈ സന്തോഷം അല്ലാഹു ഇങ്ങനെ കാണിച്ചു തരും. പക്ഷേ അതല്ലേ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഖുർആനിലേക്ക് വരും. ഖുർആൻ്റെ തിലാവ, ഓതിയിട്ടുള്ള തഅബ്ബുദ്, പിന്നെ തഅബ്ബുദ് തദബ്ബുർ, ഖുർആൻ ചിന്തിച്ചുള്ള തദബ്ബുർ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വിഷയങ്ങൾ ആഴത്തിൽ ഒരുപാട് പഠിക്കാനുണ്ട്. ഖുർആനിക് സയൻസ്, ഖുർആനിൻ്റെ സയൻസുകൾ ഒരുപാടാണ്. അത് എണ്ണിയാൽ തീരാത്ത, പറഞ്ഞാൽ തീരാത്ത വിഷയങ്ങളാണ്. അത് കൂടുതൽ അന്വേഷിച്ച് പഠിക്കും, സമയമെടുത്ത് പഠിക്കും. ഒരു ഡൗൺലോഡ് ചെയ്തിട്ടോ അല്ലാതെയൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ കിട്ടും. നിങ്ങൾക്ക് ഒരുപാട് പണ്ഡിതന്മാരുടെ നല്ല നല്ല ക്ലാസ്സുകൾ കിട്ടും. പഠിക്കണം, ധാരാളം പഠിക്കണം. ആ കേൾക്കുന്നത് 1 മണിക്കൂർ 1000 റക്അത്തിനേക്കാൾ കൂലിയാണെന്ന്, അത്രയും ചിന്തിച്ചാൽ കൂലി കിട്ടുമെന്നാണ്. അപ്പോൾ ഖിറാഅത്തു തദബ്ബുർ, ഇബാദത്തു തദബ്ബുർ, ഇബാദത്തു തിലാവ, ഇബാദത്തു തത്ബീഖ്. പിന്നെ ഖുർആൻ പറഞ്ഞ പോലെയുള്ള ആ അമ്പിയാക്കളുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിക്കൊണ്ടുവരിക. അവർ ജീവിച്ച പോലെ ഞാൻ ജീവിക്കുക, അവരുടെ മാതൃക എൻ്റെ ജീവിതത്തിലേക്ക്, ഇങ്ങനെ ഇൻഷാ അല്ലാഹ് ഖുർആൻ ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്താൽ ഈ 3 ഇബാദത്തുകൾ നമ്മൾ ചെയ്തതായിട്ട് നമുക്ക് സമാധാനിക്കാം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇതാണ് ഖുർആനുമായി നമ്മൾ ഇടപെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വഴികൾ. ഈ 3 ഓതിയിട്ടുള്ള ആരാധന, ഖുർആൻ ചിന്തിച്ചുകൊണ്ട്, അർത്ഥമാലോചിച്ച് പഠിച്ചുകൊണ്ട്, പിന്നെ ആ പഠിച്ചത് ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ട്. അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും എല്ലാവരെയും, ഈ സദസ്സിൽ വന്നവരും ഇവിടെ വരാൻ കഴിയാത്തവരും, നമ്മുടെ പരിചയക്കാരും സുഹൃത്തുക്കളും മറ്റ് നാടുകളിലൊക്കെ ഉള്ളവർ എല്ലാവർക്കും അള്ളാഹു ഈ സദസ്സിൻ്റെ പുണ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.